എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗുലാബ് ജാമുനാണ്. നമ്മളിത് ബ്രെഡ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഗുലാബ് ജാമുൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ 2 പീസേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഗുലാബ് ജാമിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ 4 പീസ് ബ്രെഡ് വരെ എടുക്കാം. ഞാനിപ്പോൾ ചെറിയ ചെറിയ ബോൾസാണ് എടുക്കുന്നത്, അതുകൊണ്ട് 2 പീസ് ബ്രെഡ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുന്ന സമയത്ത് അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത്. ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് പൊടിക്കുന്ന സമയത്ത് അതിനകത്ത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാനിവിടെ 2 പീസ് ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പാൽപ്പൊടിയുടെ അളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അപ്പോൾ പാൽപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കണമെന്നേ ഉള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതായത് ഇവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ചേർക്കണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ എടുക്കുക. തണുത്ത പാലാണെന്നുണ്ടെങ്കിൽ തണുപ്പ് മാറിയ ശേഷം എടുക്കുക. ചൂടായിട്ടുള്ള പാലാണെന്നുണ്ടെങ്കിൽ ചൂടാറിയ ശേഷം എടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമേ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ പാല് മൊത്തത്തിൽ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടി നോക്കാം. അപ്പോൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അളവ് മതി. അപ്പോൾ അത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇതിനകത്ത് അത് ക്രാക്സ് ഒന്നും വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത പാലിൻ്റെ അളവ് കറക്റ്റാണ്. അപ്പോൾ ക്രാക്സ് വീഴുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയിരിക്കുന്ന എല്ലാവരും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഇവിടെ എല്ലാ ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 ഏലക്കയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ റോസ് എസൻസോ അല്ലെങ്കിൽ പനിനീരോ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത് ഒറ്റ നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് വരണം, അത്രേ വേണ്ടൂ. നന്നായിട്ടത് ചൂടായിട്ട് വരണം. അപ്പോൾ അത് അവിടെ നന്നായിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് മുങ്ങിക്കിടന്ന് പൊരിഞ്ഞ് വരാനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതവിടെ നമ്മുടെ ബോൾസൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നതിന് ശേഷം നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന നമ്മുടെ പാനിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം 1 മണിക്കൂറൊക്കെ ഇതൊന്ന് ഇതിനകത്തേക്ക് ഇട്ട് വെച്ചേക്കുക. അപ്പോഴത്തേക്കും ഈ പഞ്ചസാര പാനിയൊക്കെ ഈ ബോൾസ് വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് സർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗുലാബ് ജാമുനും ഇതിൻ്റെ കൂടെ കുറച്ച് സിറപ്പും കൂടി സർവ് ചെയ്യാം. പിന്നെ നിങ്ങൾക്കത് തണുപ്പിച്ചിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇത് തണുപ്പിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്